പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും കാലം മറ്റെന്തിലൊക്കെയോ ഒട്ടിപ്പോയ നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന് വേണ്ടി വിമോചിപ്പിക്കുവാനായിട്ടുള്ള ഓർമ്മപ്പെടുത്തലുമായി ഇങ്ങനെ സ്നാപക യോഹന്നാൻ കടന്നു വരുന്ന വചനഭാഗമാണ് നമ്മൾ വായിക്കണേ. ആളുടെ ജനനത്തിൽ തന്നെ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയ സംസാര ശക്തി തിരികെ കിട്ടുന്ന സഖറിയായ യോഹന്നാൻ്റെ പിതാവിനെ നമ്മൾ കാണും. വചനം പറയുന്നുണ്ട് ഒന്നാമത്തെ വായനയിൽ, ഞാൻ വന്ന ദേശം ശാപം കൊണ്ട് നശിപ്പിക്കാതിരിക്കേണ്ടതിന് അവൻ പിതാക്കന്മാരുടെ ഹൃദയം മക്കളിലേക്കും മക്കളുടെ ഹൃദയം പിതാക്കന്മാരിലേക്കും തിരിക്കും. കർത്താവിൻ്റെ മഹത്വം ഭീതിജനകവുമായ ദിവസം വരുന്നതിന് മുൻപ് പ്രവാചകനായ ഏലിയായെ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. അവൻ നിങ്ങളെ യഥാർത്ഥത്തിലുള്ള വഴിയിലേക്ക് തിരിച്ചുവിടും എന്നാ പറയണേ. സ്നാപക യോഹന്നാൻ്റെ നിയോഗം അതായിരുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായനയുടെ തുടക്കം ഇപ്രകാരമാണ്. കർത്താവായ ദൈവം ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. ഈ ദൂതൻ വന്ന് നിങ്ങളെ എനിക്ക് വേണ്ടി ഒരുക്കും എന്നാ പറയണേ. ശിരസുയർത്തി നിൽക്കുവിൻ, എന്തെന്നാൽ നിങ്ങളുടെ വിമോചനം സമീപിച്ചിരിക്കുന്നു എന്നുള്ള പ്രതിവചന സങ്കീർത്തനം വിളിച്ചു പറഞ്ഞ് കർത്താവിന് വേണ്ടി വഴിയൊരുക്കാൻ, ശരിയായിട്ടുള്ള വഴിയിലൂടെ നടത്താൻ, തെറ്റിപ്പോയ ഇടങ്ങളിൽ നിന്ന് ക്രിസ്തുവിന് വേണ്ടി മനുഷ്യരെ തിരിച്ചു പിടിക്കാൻ ഇതാ സ്നാപക യോഹന്നാൻ, എൻ്റെ ദൂതൻ എനിക്ക് മുൻപേ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നു എന്നാ പറയണേ. ജനനം തന്നെ കാണിക്കുന്നത്, നമ്മൾ പറഞ്ഞതുപോലെ ജനിക്കുമ്പോൾ തന്നെ എന്ത് പേരിടണമെന്ന് ചോദിക്കുമ്പോൾ അവനെ യോഹന്നാൻ എന്ന് പേരിടണമെന്ന് പറയുന്ന നേരം, യോഹന്നാൻ എന്ന് എഴുതുന്ന നേരത്തെ തൽക്ഷണം അവൻ്റെ വായു തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി, അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. യോഹന്നാൻ എന്നുള്ള പേരെഴുതുമ്പോൾ തന്നെ അതായിരുന്നു അയാളുടെ നിയോഗം. ക്രിസ്തുവിന് വേണ്ടി തിന്മകളിൽ നിന്ന് മനുഷ്യരെ മോചിപ്പിക്കാനായി, മാനസാന്തരത്തിൻ്റെ വലിയ ശക്തിയിലൂടെ ക്രിസ്തുവിലേക്ക് അവരെ വഴി നടത്താനായി ദൂതനെ അയച്ച ഒരാൾ. നമ്മുടെ നിയോഗമാണെന്ന് തന്നെ പറയാം. ഇത് വെറുതെ ഇത് കേട്ടിട്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് നടക്കാൻ തുനിഞ്ഞാൽ മാത്രം പോരെന്നേ. യോഹന്നാൻ എന്നുള്ള പേരിന് പകരം നമ്മുടെ ഓരോരുത്തരുടെയും പേരൊന്ന് ചേർത്ത് വയ്ക്കാം. എന്നിട്ട് എൻ്റെ നിയോഗവും ക്രിസ്തുവിലേക്ക് ഇങ്ങനെ മനുഷ്യരെ വഴികാട്ടി കൊടുക്കാനായിട്ടുള്ളതാണെന്നൊന്ന് മനസ്സിലാക്കുക. അവരെ നിങ്ങൾ അയൽക്കാരനെ നീ ശാസിക്കണം എന്നൊക്കെ പറഞ്ഞ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ചില തിരുത്തലുകൾ അത്യാവശ്യമാണ്. ക്രിസ്തുവിലേക്ക് ചില മനുഷ്യർ എത്തിച്ചേരാനായിട്ട് ചില സമയങ്ങളിൽ നമ്മുടെ ഒരു ഗൈഡൻസ് ആവശ്യമാണെങ്കിൽ, നമ്മുടെ ഒരു കരം പിടിക്കൽ ആവശ്യമാണെങ്കിൽ, അത് ചെയ്യാതിരിക്കുന്നിടത്തോളം കാലം എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ എന്നതുപോലെ കർത്താവ് നമ്മൾക്ക് വലിയ ഭീതിജനകമായിട്ടുള്ളൊരു ഓർമ്മപ്പെടുത്തൽ തരും. നിന്റെ സഹോദരൻ ഒരാൾ തെറ്റ് ചെയ്യുകയും അവൻ ആ തെറ്റിൽ തന്നെ മരിക്കുകയും ചെയ്താൽ അവൻ്റെ ജീവന് നിന്നോട് ഞാൻ കണക്ക് ചോദിക്കും. സ്നാപക യോഹന്നാൻ പിറന്നത് ക്രിസ്തുവിന് വഴിയൊരുക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ന് ആ നിയോഗം ഏറ്റെടുത്ത് ആ ബാറ്റൺ കൈമാറി ഓടേണ്ട മനുഷ്യർ നമ്മൾ ഓരോരുത്തരുമാണ്. പുൽക്കൂട്ടിലേക്ക് ഇനി അധികം ദിവസങ്ങളില്ല, അധികം ദിവസത്തെ യാത്രകളില്ല. കർത്താവേ മനുഷ്യരെ അങ്ങയുടെ പക്കലേക്ക് നയിക്കുന്ന ഉപകരണങ്ങളാക്കി ഞങ്ങളെ തീർക്കണമേ എന്ന്, ക്രിസ്തുവിലേക്ക് വഴികാട്ടികളാകുന്ന വെളിച്ചങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന്. ഈ ദിവസം ഇനി ഇങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടി മാത്രമുള്ള ദിവസങ്ങളല്ല, നേരെ മറിച്ച് കുമ്പസാരക്കൂട്ടിലേക്ക് മനുഷ്യരെ നിർബന്ധപൂർവം, സ്നേഹത്തോടെയെങ്കിൽ സ്നേഹത്തോടെ, എങ്ങനെയെങ്കിലും അവരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ള ദിവസങ്ങൾ കൂടെയാണ്. ക്രിസ്തുവിന് വേണ്ടി വഴിയൊരുക്കാനും മനസ്സൊരുക്കാനും അത് അവിടുന്ന് നമ്മളെ ഉപകരണങ്ങളാക്കി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് ഒന്ന് തിരിച്ചറിയണം. ഇതാ നീ ജനിക്കുന്നതിന് മുൻപ് ഞാൻ നിന്നെ അറിഞ്ഞു, ജനതകൾക്ക് പ്രവാചകനായി ഞാൻ നിന്നെ നിയോഗിച്ചുവെന്ന് ജെറമയ്യ പ്രവാചകനോട് അവിടുന്ന് പറയുന്ന അതേ വചനങ്ങൾ നമ്മളെ നോക്കിയും, കുരിശിൻ്റെ വഴി പുസ്തകത്തിലെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മളെ നോക്കിയും അവിടുന്ന് ആവർത്തിക്കുന്നു. മാറി നിൽക്കാൻ പറ്റാത്ത വലിയൊരു നിയോഗമാണിത്. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും എനിക്ക് സാക്ഷികളായിരിക്കും, എന്നിലേക്ക് വഴികാട്ടികളായിരിക്കും, എൻ്റെ അടുത്തേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരുന്നവരായിരിക്കും. നിങ്ങളെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം. കർത്താവെ, അങ്ങയിലേക്ക്
പ്രിയപ്പെട്ടവരെ കൂട്ടിക്കൊണ്ടുവരുന്ന, അകന്നു നിൽക്കുന്നവരെ ചേർത്ത് വയ്ക്കുന്ന മനുഷ്യരായി തീരാനുള്ള അനുഗ്രഹം തരണമേ എന്ന്, അതിന് ഞങ്ങളെ അവിടുന്ന് ഒരു ഉപകരണമാക്കണമേ എന്ന്. കർത്താവെ, എന്നെ അവിടുത്തെ കരങ്ങളിലെ ഉപകരണമാക്കണമേ എന്നുള്ള വിശുദ്ധ മദർ തെരേസയുടെയും വിശുദ്ധ കൊച്ചു തെരേസയുടെയും ഒക്കെ പ്രാർത്ഥന നമ്മളും ഒന്ന് ആവർത്തിക്കുകയാണ്. ഇങ്ങനെ വെറുതെ ജീവിച്ചാൽ പോരാ, ഞങ്ങൾക്ക് അങ്ങയുടെ സാക്ഷിയാവണം, അങ്ങയിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരുന്ന ഉപകരണങ്ങളാവും. കർത്താവെ, അതിനായുള്ള ആശീർവാദം തരണമേ എന്ന പ്രാർത്ഥനയോടെ പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇത്രയും കാലം എനിക്ക് മുൻപേ നടന്ന മഹാന്മാരായ ഒരുപാട് പേർക്ക് ചെയ്യാൻ കഴിയാത്തത് എനിക്കെങ്ങനെ പറ്റുമെന്നുള്ള തോന്നലൊന്നും വേണ്ട. സാധിക്കുന്ന വിധത്തിൽ അവനിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുവരാനായിട്ടുള്ളൊരു ശ്രമം നടത്തിയാൽ പോലും ചിലപ്പോൾ ഒരുപാട് പേര് അവനിൽ എത്തിച്ചേർന്നേക്കാം. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും ക്രിസ്തുവിനെ പറയാൻ, സുവിശേഷം പറയാൻ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒറ്റ വചനത്തിലൂടെ, നമ്മളുടെ ഒരു കരം പിടിക്കലിലൂടെ ചിലരെങ്കിലും ഈശോയിലേക്ക് എത്തിച്ചേർന്നാലോ. കർത്താവെ, അതിന് ഞങ്ങളെ അങ്ങയുടെ ഉപകരണമാക്കണമേ എന്ന വലിയ പ്രാർത്ഥനയോടെ നമുക്ക് ഉറക്കത്തിലേക്ക് പോകാം. ഈശോ അനുഗ്രഹിക്കട്ടെ. കരുണ തൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ അനന്ത സ്നേഹമേ.